മലപ്പുറത്ത് +2 പരീക്ഷയ്ക്കിടെ ഉത്തരക്കടലാസ് തടഞ്ഞുവെച്ചതിൽ പുനഃപരീക്ഷ ആവശ്യപ്പെട്ട് വിദ്യാർത്ഥിനി. വിദ്യാഭ്യാസ വകുപ്പ് പരീക്ഷ എഴുതാൻ അനുമതി നൽകുമെന്നാണ് പ്രതീക്ഷ. ഉത്തരക്കടലാസ് തടഞ്ഞുവെച്ച അധ്യാപകനെ സസ്പെൻഡ് ചെയ്തതിൽ താൻ സന്തോഷിക്കുന്നില്ല. ഇതേ അധ്യാപകൻ മറ്റു പലരിൽ നിന്നും ഉത്തരപേപ്പർ പിടിച്ചുവെച്ചതായി സുഹൃത്തുക്കൾ പറഞ്ഞറിഞ്ഞെന്നും വിദ്യാർത്ഥിനി റിപ്പോർട്ടറിനോട് പറഞ്ഞു. വിദ്യാർത്ഥിനി പറഞ്ഞത് കേൾക്കാം. +2 ഹ്യൂമാനിറ്റീസിൻ്റെ ഇക്കണോമിക്സ് പരീക്ഷയ്ക്കിടെയായിരുന്നു +2 വിദ്യാർത്ഥിയായ ഒരു പെൺകുട്ടിക്ക് ഇൻവിജിലേറ്റർ കാരണം തനിക്ക് അറിയുന്ന ഉത്തരങ്ങൾ പോലും എഴുതാൻ കഴിയാതെ പരീക്ഷാ ഹാളിൽ നിന്നും കണ്ണീരോടെ പുറത്തിറങ്ങേണ്ട ഒരു അവസ്ഥ വന്നത്. റിപ്പോർട്ടർ TV അത് വാർത്തയാക്കിയതിന് പിന്നാലെ തന്നെ ആ അധ്യാപകനെ ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ആ വിദ്യാർത്ഥി നമ്മുടെ കൂടെയുണ്ട്. ഇൻവിജിലേറ്ററെ തന്നെ ഇപ്പോൾ പൂർണ്ണമായി മാറ്റി നിർത്തിയിരിക്കുക അധ്യാപക ജോലിയിൽ നിന്നാണ്. സാറെ ഒഴിവാക്കണമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എനിക്ക് എക്സാം എഴുതണമെന്നായിരുന്നു എൻ്റെ ആവശ്യം. എനിക്കിപ്പോഴും അത് തന്നെയാണ് എൻ്റെ ആവശ്യം. സസ്പെൻഡ് ചെയ്തതിൽ ഞാൻ സന്തോഷിക്കുന്നൊന്നുമില്ല. ഞാൻ ഇങ്ങനെ ഒരു ന്യൂസ് വന്നതിന് ശേഷം എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് വിളിച്ചിട്ട് പറഞ്ഞു, എന്നോട് മാത്രമല്ല ഒരുപാട് കുട്ടികളോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനിപ്പോൾ കംപ്ലൈൻറ്റ് കൊടുത്തതുകൊണ്ടാണ് ഇങ്ങനെ അറിഞ്ഞത്. ആ ഇൻവിജിലേറ്റർ കൊടുത്തിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത് ഇപ്പോൾ RDD പറയുന്നത് 10 മിനിറ്റ് മാത്രമേ മോളുടെ പേപ്പർ പിടിച്ചു വെച്ചിരുന്നുള്ളൂ. മോള് സമയം നോക്കിയിരുന്നു? ഞാൻ സമയം നോക്കിയിട്ട് എക്സാം എഴുതുന്നത്. അതുകൊണ്ട് സാറ് ഇപ്പോഴാണ് പേപ്പർ വാങ്ങിച്ചിരുന്നു, ഇപ്പോഴാണ് തന്നെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയാം. 4 മണിക്കാണ് സാർ എൻ്റെ കയ്യിൽ നിന്ന് പേപ്പർ വാങ്ങിക്കുന്നത്. പിന്നെ 4:30 തിരിച്ചിരുന്നത്. അതും ഞാൻ കരഞ്ഞപ്പോഴാണ് എനിക്ക് തിരിച്ചെന്നത്. എനിക്ക് നന്നായിട്ട് അറിയാം 30 മിനിറ്റ് തന്നെയാണ് സാർ എൻ്റെ കയ്യിൽ നിന്ന് പേപ്പർ വാങ്ങിച്ചു വെച്ചത്. അത് മുഴുവൻ പേപ്പർ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണ് മോൾ ആഗ്രഹിക്കുന്നത്? ഇപ്പോഴും പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? എനിക്ക് പരീക്ഷ എഴുതണം തന്നെയാണ് എൻ്റെ ആവശ്യം. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് അതിന് അനുമതി നൽകുന്നുള്ള പ്രതീക്ഷയിലാണ്. അതേ പ്രതീക്ഷയിലാണ്. പെൺകുട്ടിയും ഈ കുടുംബം ആവശ്യപ്പെടുന്ന കാര്യം ഈ കുട്ടിക്ക് വീണ്ടും പരീക്ഷ എഴുതാനുള്ള അവസരം ഉണ്ടാവണമെന്നുള്ളതാണ്. ആ കാര്യത്തിന് വേണ്ടിയാണ് ഇപ്പോഴും ഇവർ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും ഒരു നീതിപൂർവമായ നടപടി പ്രതീക്ഷിച്ചുകൊണ്ടവർ കാത്തിരിക്കുന്നത്. കാരണം തൻ്റേതല്ലാത്ത കാരണത്താൽ ഇൻവിജിലേറ്ററിൻ്റെ ഗുരുതര വീഴ്ച കൊണ്ടെന്ന് വിദ്യാഭ്യാസ വകുപ്പ് തന്നെ കണ്ടെത്തിയ ഒരു കാര്യത്തിൽ തനിക്ക് വീണ്ടും പരീക്ഷ എഴുതാനുള്ള അവസരം ലഭിക്കണം, അതല്ലെങ്കിൽ തനിക്ക് ലഭിക്കേണ്ട മാർക്ക് പോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പരിഹാരമാണ് ഇപ്പോൾ ഈ കുടുംബം പ്രതീക്ഷിക്കുന്നത്. അത്തരമൊരു നടപടി വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ നിമിഷവും അവർ പ്രതീക്ഷിക്കുന്നത്. ആ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിലും പഠനത്തിലുമാണ് ഇപ്പോഴും ഈ പെൺകുട്ടി എന്നുള്ളതാണ്. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തോമനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ ഇൻ റിപ്പോർട്ടർ മലപ്പുറം.